Hello dear students, welcome to mathroot. We will lecture discuss radius of convergence related problems. We will lectures discuss power series radius of convergence and find the equation and the lecture discuss just remind power series denote summation n from 0 to infinity n into z minus a whole raised to n. Okay? Center A ആയിട്ടുള്ള ഒരു power series general form എന്താണ് summation n from 0 to infinity n into z minus a whole raised to n. ഇനി നമ്മൾ ഈ ഒരു power series absolutely convergent ആവുന്ന അല്ലെങ്കിൽ uniformly convergent ആവുന്ന ഒരു region ഉണ്ട്, അതേപോലെ converge ചെയ്യുന്ന region ഉണ്ട്, അതേപോലെ diverge ചെയ്യുന്ന region ഉണ്ട്. അത് നമ്മൾ മുമ്പത്തെ ലെക്ചറിൽ തിയറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ ആ റീജിയൻ ഒരു സർക്കിൾ ഉണ്ടായിരിക്കും, അതായത് ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസിലായിരിക്കും അത് ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നത്. ആ സർക്കിളിന്റെ റേഡിയസ് നമ്മൾ പറയുന്ന പേരാണെന്ത്? റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഒരു നമ്പറാണ്, 0 less than or equal to r less than or equal to infinity. അത് ഫൈൻഡ് ചെയ്യാനുള്ള ഫസ്റ്റ് ഇക്വേഷൻ കോഷി ഹഡമാഡ് ഫോർമുല നമ്മൾ പഠിച്ചതാണ്. 1/r equal to limit supremum of mod n all raised to 1/n. അതേപോലെ റേഡിയസ് ഓഫ് കൺവേർജൻസിന് ഫൈൻഡ് ചെയ്യാനുള്ള മറ്റൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. r equal to limit n tends to infinity modulus of n by n plus 1. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഒന്നുകിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, സോ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏതായാലും പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ചില പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പ്രോബ്ലം, e raised to z equal to summation n from 0 to infinity z raised to n by n factorial. ഈ ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിന്റെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ഇതിനെ മാറ്റാന്ന് പറഞ്ഞാൽ summation n from 0 to infinity 1/n factorial into z minus 0 all raised to n. ഓക്കെ, ഇവിടെ സെൻറ്റർ എന്താണ്? 0 ആണ്. ഓക്കെ, എ എന്നുള്ള സീക്വൻസ് എന്താണ്? 1/n ഫാക്ടോറിയൽ ആണ്. സോ നമ്മുടെ സീക്വൻസ് n എന്താണ്? 1/n ഫാക്ടോറിയൽ. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ഫോർമുല നമുക്കറിയാം. r equal to limit n tends to infinity modulus of n by n plus 1. Okay, this is equal to limit n tends to infinity modulus of n means 1/n factorial divided by n plus 1 means 1/n plus 1 factorial. Okay, so this is equal to limit n tends to infinity modulus of n plus 1 factorial by n factorial. Okay, this is equal to limit n tends to infinity. നമുക്ക് n plus 1 ഫാക്ടോറിയലിനെ n plus 1 into n ഫാക്ടോറിയൽ എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമുക്ക് n ഫാക്ടോറിയലിനെ നമ്മൾ ക്യാൻസൽ ചെയ്യാം. n plus 1. ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ് നമുക്ക് കിട്ടിയത്? ഇൻഫിനിറ്റി ആണ്. ഓക്കെ, സോ ഈ പവർ സീരീസ് ഇത് കൺവേർജ് ചെയ്യുന്ന റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്താണ്? സർക്കിൾ ഓഫ് കൺവേർജൻസ് ഇൻഫിനിറ്റി ആണ്. അതായത് ഇതിനെ മീൻ ചെയ്യുന്നതാണ് എൻ്റയർ കോംപ്ലക്സ് പ്ലെയിനിൽ എന്ത് ചെയ്യും? ഈ പവർ സീരീസ് എന്ത് ചെയ്യും? കൺവേർജ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം, summation n from 1 to infinity z raised to n by n square.
സോ നമ്മുടെ സീക്വൻസ് n എന്ന് പറയുന്നത് 1/n² ആണ്. ഓക്കെ, 1/n². സോ റേഡിയസ് ഓഫ് കോൺവെർജൻസ് r equal to limit n tends to infinity modulus of n by n plus 1. This is equal to limit n tends to infinity modulus of n means 1/n² divided by n plus 1 means 1/n plus 1 the whole square. Okay, so that is equal to limit n tends to infinity. Okay, limit n tends to infinity n plus 1 the whole square divided by n square. Okay, modulus of n plus 1 whole square by n square, that is equal to limit n tends to infinity modulus of n plus 1 by n the whole square, n plus 1 by n the whole square. Okay, n plus 1 whole square divided by n square ne n plus 1 by n whole square എന്ന് എഴുതി. നെക്സ്റ്റ് ലിമിറ്റ് n tends to infinity modulus of n by n എന്താണ് 1 ആണ്, 1 plus 1 by n the whole square. ഓക്കെ, ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്താൽ ലിമിറ്റ് n tends to infinity modulus of 1 square plus 2 by n plus 1 by n square എന്ന് കിട്ടും. ഓക്കെ, a plus b whole square ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യാം. സോ ഇതിൽ 2 by n എന്ത് ചെയ്യും, 0 ആവും. ലിമിറ്റ് n tends to infinity 2 by n 0 ആവും. അതേപോലെ ലിമിറ്റ് n tends to infinity 1 by n square എന്താവും, 0 ആവും. ഇവിടെ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ലിമിറ്റ് ഓഫ് ദിസ് ഈക്വൽ ടു 1. ഓക്കെ, that's equal to 1. സോ ഈ പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ്, 1 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, summation n from 1 to infinity n factorial whole square by 2n factorial into z raised to n. ഓക്കെ, സോ നമ്മുടെ n എന്ന് പറയുന്നത് n factorial whole square divided by 2n the whole factorial. Okay, so radius of convergence r equal to limit n tends to infinity modulus of n by n plus 1. Okay, this is equal to limit n tends to infinity modulus of n means n factorial whole square by 2n the whole factorial whole divided by n plus 1, that is equal to n plus 1 factorial n plus 1 factorial the whole square divided by 2n plus 1, 2 into n plus 1 the whole factorial. Okay, that's equal to limit n tends to infinity. നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. സോ n factorial whole square divided by 2n factorial into 2 into n plus 1, 2 into n plus 1 factorial divided by n plus 1 factorial the whole square. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഈ രീതിയിൽ കിട്ടും. നെക്സ്റ്റ് ലിമിറ്റ് n tends to infinity n plus 1 ക്യാൻസൽ ചെയ്യുക. സോ 2 into 2n plus 1, that's equal to 4n plus 2 divided by ഇവിടെ ഒരു n plus 1 ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ ഇതിനെ n കൊണ്ട് എൻ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് n tends to infinity modulus of ഈ ടേംസിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 4 plus 2 by n. ഓക്കെ, ഡിവൈഡ് ബൈ ഇതിനെ n കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 plus 1 by n. ഓക്കെ, ആസ് ലിമിറ്റ് n tends to infinity നമ്മൾ സെപ്പറേറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുക.
മേലത്തെ ടൈമിന് ന്യൂമറേറ്ററിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. നമുക്ക് എന്താ കിട്ടുക? 4 ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി 4 പ്ലസ് ലിമിറ്റ് n ടെൻഡൻസ് ഇൻഫിനിറ്റി 2/n. ഈ 2/n എന്താവും ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ? 0 ആവും. സോ ഇവിടെ 4 ഉണ്ടായിരിക്കും. ഡിവൈഡ് ബൈ ഇവിടെ ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും? 0 ആവും. ഇതെന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 4. ഓക്കെ, സോ നമ്മുടെ റേഡിയസ് ഓഫ് കൺവെർജൻസ് എന്താണ്? 4 ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, summation n from 0 to infinity n raised to n into z raised to n. സോ നമ്മുടെ n എന്ന് പറയുന്നത് n raised to n ആണ്. ഓക്കെ, നമുക്കിവിടെ ഈ രീതിയിലുള്ള പവേഴ്സ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്? ഈസി ആയിട്ട് കോഷി ഹെഡ്മാർഡ് ഫോർമുല. ദാറ്റ്സ് ഈക്വൽ ടു 1/r ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഓഫ് മോഡ് an ഓൾ റേസ് ടു 1/n. ഓക്കെ, സോ മോഡ് an ഓൾ റേസ് ടു 1/n എന്തായിരിക്കും? മോഡുലസ് ഓഫ് n റേസ് ടു n ഓൾ റേസ് ടു 1/n. ദാറ്റ്സ് ഈക്വൽ ടു n. ഓക്കെ, സോ ഇതെന്താണ്? ലിമിറ്റ് സുപ്രീമം ഓഫ് n നമ്മൾ ഫൈൻഡ് ചെയ്താൽ മതി. ഓക്കെ, സോ 1/r ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം ഓഫ് n. ഓക്കെ, സോ ഇതെന്തായിരിക്കും വരുന്നത്? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഓഫ് n ആണ്. സോ ഇതെന്തായിരിക്കും? 1/r ഈക്വൽ ടു ഇതെന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, 1/r ഈക്വൽ ടു ഇൻഫിനിറ്റി, ദാറ്റ് ഇംപ്ലൈസ് r ഈക്വൽ ടു 0. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് 0 ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, summation n from 0 to infinity n square into z raised to n. Okay, so here n equal to n square, so 1/r equal to limit supremum of mod an all raised to 1/n. So mod an all raised to 1/n equal to modulus of n equal to n square all raised to 1/n. Okay, that is equal to n raised to 2/n. Okay, modulus of n raised to 2/n. So 1/r equal to limit supremum of n raised to 2/n. Okay, this is equal to infinity. Okay, ലിമിറ്റ് പോകുമ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? സുപ്രീമം കിട്ടുന്നത് n raised to 2/n സുപ്രീമം ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, സോ 1/r equal to infinity, that implies r equal to 0. ഓക്കെ, സോ റേഡിയസ് ഓഫ് കൺവെർജൻസ് 0 ആണ്. നമ്മൾ നേരത്തെ n raised to n എടുത്ത് പോയും ഇവിടെ n square എടുത്ത് പോയും സെയിം റേഡിയസ് ഓഫ് കൺവെർജൻസ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, summation n from 0 to infinity 4 plus 3i whole raised to n into z raised to n. Okay, so here n equal to 4 plus 3i whole raised to n. So 1/r equal to limit supremum of mod an all raised to 1/n. So here mod an all raised to 1/n equal to modulus of n means 4 plus 3i whole raised to n. 4 plus 3i the whole raised to n whole raised to 1/n. So ഇതെന്താവും? ക്യാൻസൽ ചെയ്യും. സോ modulus of 4 plus 3i. Okay, that is equal to root of 4 square plus 3 square. Okay, 16 plus 9, that's equal to root 25, that's equal to 5. Okay, so 1/r equal to limit supremum of this equal to 5. So radius of convergence r equal to 1/5. Okay, next problem, summation n from 1 to infinity minus 1 raised to n into z raised to n into n plus 1. Okay, ഈ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമ്മൾ സാധാരണ പവർ സീരീസിൽ നമുക്ക് z raised to n ആയിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇവിടെയോ z raised to n into n plus 1 ഉണ്ട്. ഓക്കെ, സോ
നമ്മൾ ഒന്ന് കെയർഫുൾ ആയിട്ട് ചെയ്യണം. ഷോ ദാറ്റ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി എബവ് പവർ സീരീസ് ഈസ് 1. ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓൾസോ ഡിസ്കസ് ദി കൺവേർജൻസ് ഫോർ z = 1, -1 ആൻഡ് i. ഈ 3 പോയിന്റ്സിലുള്ള 1, -1, i ഈ 3 പോയിന്റ്സിലുള്ള ഈ പവർ സീരീസിൻ്റെ കൺവേർജൻസ് ഡിസ്കസ് ചെയ്യണം. ഓക്കെ. സോ ദി ഗിവൺ പവർ സീരീസ് ക്യാൻ ബി റിട്ടൺ ആസ് summation n from 1 to infinity n into z raised to n equal to 0 plus 0z minus z square plus etc. Okay, where n equal to -1 raised to k by k if n equal to k into k plus 1, 0 otherwise. We have 1 by r equal to limit supremum of mod n raised to 1 by n, that is equal to limit supremum of 1 by nth root of n, that is equal to 1. Okay, so 1 by r equal to 1, that implies r equal to 1. Okay, നിങ്ങളിവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, summation n from 1 to infinity -1 raised to n by n into z raised to n into n plus. ഓക്കെ, ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ ഓക്കെ ഇതെന്തായിരിക്കും, n 1 കൊടുത്താൽ -1 raised to 1 by 1, that is -1. So z raised to 1 into 1 plus 1, z raised to 1 into 2, z square. So അവിടെ മൈനസ് z സ്ക്വയർ എന്ന് വരും. ഓക്കെ, സോ അപ്പോൾ z raised to 0ൻ്റെ പവർ ഇല്ല, അത് 0 ആണ്, കോഎഫിഷ്യൻറ്റ് 0 ആണ്. z raised to 1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. സോ 0 പ്ലസ് 0z മൈനസ് z സ്ക്വയർ. നെക്സ്റ്റ് 2 കൊടുക്കുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, 2 കൊടുക്കുമ്പോൾ -1 raised to 2 by 2, that is 1 by 2 into z raised to 2 into 2 plus 1, 2 into 3, that's equal to z raised to 6. Okay, so ഇതിനിടയിലുള്ള z സ്ക്വയർ കഴിഞ്ഞിട്ടുള്ള z ക്യൂബ്, z raised to 4, z raised to 5ൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, സോ 0 z ക്യൂബ് പ്ലസ് 0 z raised to 4 plus 0 z raised to 5 plus 1 by 2 into z raised to 6. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, സോ നമ്മുടെ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, 1 by r equal to limit supremum of mod n all raised to 1 by n. ഓക്കെ, നമ്മളെന്ത് ചെയ്യാം, ഈ സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ മോഡുലസ് നമ്മൾ ചൂസ് ചെയ്യാം. 0 0 മോഡുലസ് എടുക്കുമ്പോൾ 1 0 0 0 1 by 2. ഓക്കെ, ഈ രീതിയിൽ പോകും. സോ ഇനി ഈ ടേംസിൻ്റെ നമ്മളെന്ത് ചെയ്യാം, nth റൂട്ടിൻ്റെ ലിമിറ്റ് സുപ്രീം നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ലിമിറ്റ് സുപ്രീം എന്താണ്, ഓക്കെ ഇതിൻ്റെ nth റൂട്ട് നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ ലിമിറ്റ് സുപ്രീം നമ്മൾ ചൂസ് ചെയ്താൽ എന്തായിരിക്കും, സീറോസിന് അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യില്ല. ഓക്കെ, അതുകൊണ്ടായിരുന്നു നമ്മളവിടെ റീസണിൽ ഇറ്റ് ഈസ് നോട്ട് അഫക്റ്റഡ് ബൈ ദി സീറോസ്. സോ ഇതിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്താണ്, ലിമിറ്റ് സുപ്രീമം 1 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്തായിരിക്കും കിട്ടുന്ന വാല്യൂ, 1 ആയിരിക്കും. സോ 1 by r equal to 1. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് r equal to 1. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കേസ് 1, z is equal to plus or minus 1. ഓക്കെ, ഇൻ ദിസ് കേസ് z എന്താവും, പ്ലസ് ഓർ മൈനസ് 1 ആവും. സോ പ്ലസ് ഓർ മൈനസ് 1 raised to n into n plus 1, that is equal to 1. ഓക്കെ, ഇതിൻ്റെ വാല്യൂ പോയി 1 ആയിരിക്കും. ഹെൻസ് ദി ഗിവൺ പവർ സീരീസ് ബിക്കം summation n from 1 to infinity -1 raised to n by n into this one. ഓക്കെ, അത് നമ്മളിവിടെ എഴുതുന്നില്ല. ഓക്കെ, ഇനി ഇതിന് നമ്മൾ n from 1 to infinity വാല്യൂസ് കൊടുത്താൽ -1 plus 1 by 2 -1 by 3 എക്സെട്ര. ഓക്കെ, ഇത് നമുക്ക് -1 -1 by 2 plus 1 by 3 -1 by 4 എക്സെട്ര ഈ രീതി നമുക്ക് എഴുതാൻ പറ്റും. സോ ഇതെന്തിൻ്റെ സീരീസാണ്, ln2. Okay, so minus ln2. Okay, case 2, suppose z equal to I. In this case
the series becomes summation n from 1 to infinity minus 1 raised to n by n into z നമ്മൾ എന്ത് ചെയ്യുക i എന്ന് പുട്ട് ചെയ്യുക i raised to n into n plus 1. ഓക്കെ, സോ നമ്മൾ n വാല്യൂസ് കൊടുത്താൽ 1 minus 1 by 2 minus 1 by 3 plus 1 by 4 plus 1 by 5 minus 1 by 6 minus 1 by 7 etc. ആ ഫോമിലുള്ളൊരു സീരീസ് ആയിരിക്കും കിട്ടുന്നത്. കൺസിഡർ ദി പാർഷ്യൽ സംസ് Sn ഓഫ് ദി എബോവ് സീരീസ്. ഓക്കെ, ഇതിൻ്റെ പാർഷ്യൽ സംസ് നമ്മൾ കാണും. അതായത് S1 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഇനി S2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ 2, S3 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ബൈ 2 മൈനസ് 1 ബൈ 3, S4 എന്ന് പറഞ്ഞാൽ ഈ നാലെണ്ണത്തിൻ്റെ സം, അതായത് S1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരൊറ്റ നമ്പറിൻ്റെ സം, S2 എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിൻ്റെ ഫസ്റ്റ് രണ്ട് എലമെൻസിൻ്റെ സം, S3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 3 ടേംസിൻ്റെ സം, S4 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 4 ടേംസിൻ്റെ സം. ഓക്കെ, അതാണ് പാർഷ്യൽ സം എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രൂവ് ചെയ്യുന്നത് S2n പ്ലസ് 1ൻ്റെയും S2nൻ്റെയും പാർഷ്യൽ സംസ് എന്താണ്, സെയിം ആയിരിക്കും. അതായത് S2n പ്ലസ് 1ഉം S2n എന്താണ്, സെയിം ലിമിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ S2n പ്ലസ് 1 നമ്മൾ ഫൈൻഡ് ചെയ്താൽ 1 മൈനസ് 1 ബൈ 2 മൈനസ് 1 ബൈ 3 പ്ലസ് എക്സ്ട്രാ മൈനസ് 1 ബൈ 2n പ്ലസ് 1 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. അതുപോലെ S2n എന്തായിരിക്കും 1 മൈനസ് 1 ബൈ 2 മൈനസ് 1 ബൈ 3 പ്ലസ് എക്സ്ട്രാ പ്ലസ് 1 ബൈ 2n. ഓക്കെ, സോ നമ്മൾ രണ്ട് പാർഷ്യൽ സംസിൻ്റെ ഡിഫറൻസ് ചൂസ് ചെയ്യാം. ഓക്കെ, മോഡുലസ് ഓഫ് S2n പ്ലസ് 1 മൈനസ് S2n ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ 2n പ്ലസ് 1. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ഇതെന്ത് ചെയ്യും, 0ലേക്ക് പോകും. ഓക്കെ, സോ ഈ പാർഷ്യൽ സംസിൻ്റെ ടേംസ് എന്താണ്, ടേംസിൻ്റെ ഡിഫറൻസ് 0ലേക്ക് പോകും. ഓക്കെ, നമ്മൾ n ടെൻസ് ഇൻഫിനിറ്റി ആയാൽ, സോ S2n പ്ലസ് 1ഉം S2n എന്താണ്, സെയിം പോയിന്റിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ടിനും സെയിം ലിമിറ്റ് ആണുള്ളത്. സോ ദി സീക്വൻസ് Sn, ഓക്കെ, പാർഷ്യൽ സംസിൻ്റെ സീക്വൻസ് ആണ് Sn, അതെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഇംപ്ലൈസ് ദി കറസ്പോണ്ടിങ് സീരീസ് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് കേസിൽ പറഞ്ഞിരുന്നത് പ്ലസ് ഓർ മൈനസ് 1 സെറ്റിന് നമ്മൾ പ്ലസ് ഓർ മൈനസ് 1 കൊടുക്കുമ്പോഴുള്ള കേസ്, അവിടെ നമുക്ക് കിട്ടിയിരുന്നത് മൈനസ് ln2ലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരുന്നു. ഓക്കെ, ഇനി z ഇസ് ഈക്വൽ ടു i നമ്മൾ പുട്ട് ചെയ്തപ്പോൾ, ഓക്കെ, z ഇസ് ഈക്വൽ ടു i നമ്മൾ പുട്ട് ചെയ്തപ്പോൾ സീരീസ് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ മൂന്ന് കേസിൽ അതായത് പ്ലസ് 1 മൈനസ് 1 i ഈ 3 കേസിൽ എന്ത് ചെയ്യും, ഈ സീരീസ് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ.